ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? എന്നിട്ടും പലപ്പോഴും ദൈവസ്വരം കേൾക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണ് അത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചില മനോഭാവങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാണ് ദൈവസ്വരം കേൾക്കുന്നതിന് നമുക്ക് മുൻപിൽ തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വെറുപ്പാണ്. അവജ്ഞയെന്നോ അനിഷ്ടമെന്നോ നീരസമെന്നോ വിദ്വേഷമെന്നോ എല്ലാം പറയപ്പെടുന്ന ഒരു വികാരമുണ്ടല്ലോ, അതാണ് ദൈവസ്വരം കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം. ഈ വെറുപ്പ് തന്നോട് തന്നെയാകാം, മറ്റുള്ളവരോടുമാകാം. ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും ഇത്തരം വികാരങ്ങളുള്ള ഒരാൾക്ക് ദൈവസ്വരം കേൾക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം പൊങ്ങച്ചമാണ്. താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നവനെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ടല്ലോ. എല്ലാം ദൈവകൃപയാണ് എന്ന് ഏറ്റുപറയുന്നതിനു പകരം എല്ലാം എൻ്റെ സ്വന്തം കഴിവിൽ നേടിയതാണ് എന്ന് വിചാരിക്കുന്നിടത്തും ദൈവത്തിൻ്റെ സ്വരം ഒരിക്കലും കേൾക്കാനായിട്ട് പറ്റില്ല. ഇനി മറ്റൊരു കാര്യം പരാതികളാണ്. ദൈവത്തോട് നിരന്തരം ഇങ്ങനെ പരാതിപ്പെടുന്നവർക്ക് ദൈവസ്വരം ഒരിക്കലും കേൾക്കാനായിട്ട് കഴിയില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനിഷ്ടകരമായ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം പരാതി പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. ഇനി മറ്റൊന്നാണ് ഭയം. ഒരാൾ ഭയക്കുന്നത് അയാൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഭയപ്പെടരുത് എന്ന താക്കീത് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. ഏതു കൂരിരുട്ടിലും ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകാനാവും. ഇനി മറ്റൊന്ന് ആകുലതകളാണ്. ടെൻഷൻ എന്നാണ് തോന്നുന്നു ആകുലതയുടെ ഇന്നത്തെ പൊതുനാമം. എന്തിനും ഏതിനും ടെൻഷൻ. ഈ ടെൻഷനുള്ളവർക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇനി മറ്റൊന്നാണ് ഭൂതകാലം. ചിലരെ എപ്പോഴും ഇങ്ങനെ ഭൂതകാലം വേട്ടയാടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞു പോയതിനെ ഓർത്ത് അവർക്കെപ്പോഴും വിഷമമായിരിക്കും, നിരാശയായിരിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു പോയി, ഇനി അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. അവയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായി കാതുകൊടുക്കൂ. ഇനി മറ്റൊന്ന് മിഥ്യാസങ്കല്പങ്ങളാണ്. ഉള്ളുപൊള്ളയായ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവർക്ക്, യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തവർക്ക് ദൈവസ്വരം ഒരിക്കലും കേൾക്കാനാവില്ല. അവർ ജീവിക്കുന്നത് വെറും മായികമായൊരു ലോകത്താണ്. അവിടെ അവർ ദൈവസ്വരം അന്വേഷിക്കുന്നില്ല. ഇനി ആത്മാർത്ഥമായിട്ട് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കിക്കേ. എന്തുകൊണ്ടാണ് എനിക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയാത്തത്? ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുമാത്രമുണ്ട് എന്നൊക്കെ ഇന്നേ ദിവസം ഒന്ന് ആത്മശോധന ചെയ്ത് നമുക്കൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ.